ഇന്ത്യയിലെ വാഹന വ്യവസായ രംഗത്ത് ഇന്ത്യക്കാരുടേതെന്ന് സ്വയമായി അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു വാഹന നിർമ്മാതാക്കളാണ് ടാറ്റ. നിരവധി മോഡലുകളെയാണ് ടാറ്റ ഇറക്കാറ്. അത് ഏറ്റവും ചെറിയ കാറ് മുതൽ വലിയ ട്രക്കുകൾ വരെ ഇറക്കുന്ന വാഹന നിർമ്മാതാക്കളാണ് ഇവർ. ഇവരുടെ ഏറ്റവും പുതിയൊരു വാഹനത്തെയാണ് നമ്മളിന്ന് ഫാസ്റ്റ് ട്രാക്കിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഏകദേശം ഒരു വർഷം മുമ്പ് നടന്ന ഓട്ടോ എക്സ്പോയിൽ അൺവെയിൽ ചെയ്തിരിക്കുന്ന ടാറ്റയുടെ ബോൾട്ട് എന്ന ഒരു ഹാഷ് ബാഗ് വാഹനം. ശരിക്ക് നിലവിൽ ടാറ്റയ്ക്കുണ്ടായിരുന്ന പല പോരായ്മകളും നികത്തിയെത്തുന്ന ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്ന ഈ വാഹനത്തെയാണ് ഫാസ്റ്റ് ട്രാക്കിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇൻഡിക എന്ന ഹാഷ്ബാഗ് വാഹനത്തെയാണ് ടാറ്റ ഈ വിഭാഗത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത്. പിന്നീട് വിസ്തയെയും ചെറുകാറായ നാനോയെയും അവതരിപ്പിച്ചു. ഇപ്പോൾ ബോൾട്ട് എന്ന പുത്തൻ ഹാഷ്ബാഗിനെയും എത്തിച്ചു. ടാറ്റയുടെ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആദ്യം കോമ്പാക്ട് സെഡാനായ സെസ്റ്റിനെ അവതരിപ്പിച്ച ശേഷമാണ് ഹാഷ്ബാഗായ ബോൾട്ടിനെ അവതരിപ്പിക്കുന്നത്. ഹൊറൈസൺ നെസ്റ്റ് എന്ന തീമിന് കീഴിലാണ് ഇതിന്റെ നിർമ്മാണം. ഇന്ത്യ, UK, ഇറ്റലി എന്നിവിടങ്ങളിലെ ടാറ്റയുടെ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്തതാണ് ഈ വാഹനം. ബോൾട്ട് എന്ന പേര് തന്നെ വേഗത്തെ സൂചിപ്പിക്കുന്നു. ഡിസൈനാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. ടാറ്റയുടെ ഒരു ഡിസൈൻ എന്നുള്ളത് ഇൻഡിക മുതൽ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പിറക്കിയ ഒരു സെസ്റ്റ് വരെയും ഒരേ രീതിയിലായിരുന്നു. എന്നാൽ മുൻഭാഗം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ശരിക്കും സെസ്റ്റ് തന്നെയാണ്. അതായത് ഒരു മാരുതി സ്വിഫ്റ്റിൻ്റെ ഒരു നോഷ് ബാക്ക് ആയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പാക്ട് സെഡാനായ ഡിസൈർ പോലെ തന്നെ ശരിക്കും ഈ നമ്മൾ ആ ഒരു സെസ്റ്റിൻ്റെ ഒരു ഹാഷ് ബാക്കായിട്ടാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റേതായ രീതിയിലുള്ള ആ ഒരു പുതുമകളും അല്ലെങ്കിൽ ഡിസൈനിലെ ചില മികവുകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു സ്മോക്കി ഫീലിലുള്ള ആ ഒരു ഹെഡ് ലാമ്പാണ്. അതിൻ്റെ ഡിസൈനാണെങ്കിലും ആ ഒരു മാറ്റം നമുക്ക് കൃത്യമായി തന്നെ അനുഭവിച്ചറിയാൻ ആ ഒരു പ്രോജക്റ്റ് ടൈപ്പാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അടിസ്ഥാനപരമായ പല ഘടകങ്ങളിൽ നിന്നും മാറ്റം വരുത്തി അല്ലെങ്കിൽ ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തി ഇറക്കിയിരിക്കുന്ന ഒരു മോഡലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ സെസ്റ്റ് മുതൽ നമ്മൾ കണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു റേഡിയേറ്റർ ഗ്രില്ല് ഇതിൻ്റെ ആ ഒരു മുൻഭാഗത്ത് ഉൾപ്പെടുത്തി അതിൻ്റെ മുകൾ ഭാഗത്തൊരു ക്രോമിയം സ്ട്രിപ്പ് നൽകി ബമ്പറിൽ തന്നെ ആ ഒരു ഫോഗ് ലാമ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ സെസ്റ്റിൽ കണ്ടിരിക്കുന്ന ചില ഘടകങ്ങൾ ഇതിനകത്തില്ല. കാര്യം ആ ഒരു ഹാഷ് ബാക്കും കോമ്പാക്ട് സെഡാനും തമ്മിലുള്ള ഒരു വ്യത്യാസം പ്രകടമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് നമ്മൾ നോക്കിയാൽ ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു അടുത്തായിട്ട് ശരിക്കും ഒരു ഡേ ടൈം LED ലൈറ്റ് അതിനകത്ത് ഘടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇതിൽ ശരിക്കും ഒരു ക്രോമിയം ഫിനിഷിലാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആ ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു ഡേ ടൈം LED ലൈറ്റിൻ്റെ ഒരു ഫീല് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ ഒരു വശങ്ങളിലേക്ക് വരുമ്പോൾ ശരിക്കും ആ ഒരു ഡിസൈൻ നോക്കിയാൽ നമുക്ക് ഇതിന് മുമ്പ് ഇറങ്ങിയ ചില വാഹനത്തിനോട് സാദൃശ്യം തോന്നാം, അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഒരു വിസ്തയുടെ ഒക്കെ നമുക്ക് സാദൃശ്യം തോന്നുന്ന രീതിയിലാണ്. അതുപോലെ നമുക്ക് ആ ഒരു വിൻഷീൽഡ് മിററിൻ്റെ ഒരു ഡിസൈൻ നോക്കിയാൽ ആ A പില്ലറിന് അകത്തായിട്ടാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. നോർമലി നമുക്കറിയാം അത് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണെങ്കിൽ ഇത് ഉൾഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്നത് ചില സമയങ്ങളിൽ മോശമായ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മരച്ചില്ലകൾക്കിടയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഗ്ലാസ്സിലേക്ക് അത്തരത്തിലുള്ള ഒരു പൊട്ടൽ ഉണ്ടാകാതിരിക്കുന്നതിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിൽ അതിനെ മാറ്റിയിരിക്കുന്നു. പിന്നെ 8 സ്പോക്കായ ഒരു 16 അലോയ് വീൽ ഇതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനും ആ ഒരു സ്മോക്കി ഫീൽ അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ഫീൽ നൽകുന്ന രീതിയിലുള്ള ആ ഒരു കളർ ടോണിൽ അതിനെ മാറ്റിയിരിക്കുന്നു. ബോഡി കളറാണ് ബമ്പറും ഡോർ ഹാൻഡിലുമെല്ലാം. ഇത്തരത്തിൽ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ചില വാഹനങ്ങൾ വാങ്ങി കസ്റ്റമൈസ് ചെയ്യുന്ന ചില ഘടകങ്ങൾ ശരിക്കും സ്റ്റാൻഡേർഡ് ആക്കി തന്നെ ഇതിൽ ഉൾപ്പെടുത്തി ടാറ്റ ഇതിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഡിസൈൻ്റെ ഭാഗമായി ഇതിൻ്റെ പിൻവശം നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായി നമ്മൾ ടാറ്റയിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇതിന് മുമ്പ് മോഡലുണ്ടായിരുന്ന ഒരു പിൻ ഡിസൈനേക്കാൾ കുറച്ചുകൂടി മനോഹരമായ ഒരു പിൻവശമാണ്. ഒരു അടിസ്ഥാന ഷേപ്പ് അതാണെങ്കിൽ പോലും അതിലെ ഓരോ ഘടകങ്ങൾക്കും മാറ്റം വന്നിരിക്കുന്നു.
മുമ്പുണ്ടായിരുന്ന പല മോഡലുകളിൽ ഒരു ടെയിൽ ലൈറ്റ് സെറ്റ് എന്നുള്ളത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുവെങ്കിൽ ഇത് ഏകദേശം ഈ ഒരു ബൂട്ടിൻ്റെ ഈ ഒരു ഭാഗത്താക്കി മാറ്റിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തെ അത് ശരിക്കും ഒരു ഫ്ലെയിമിൻ്റെ ഒരു ഡിസൈനോട് സാദൃശ്യം തോന്നുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ റിയർ വൈപ്പറും ഒരു ക്രോമിയം ഫിനിഷും ആ ഒരു റിവേഴ്സ് ലാമ്പും ഒക്കെ വരുമ്പോൾ ശരിക്കും അത്യാവശ്യം നല്ലൊരു ഭംഗി നൽകുന്നു. ഒപ്പം ആ ഒരു റൂഫിലായി ഒരു സ്പോയിലറും ഘടിപ്പിച്ചിരിക്കുകയാണ്. അടിസ്ഥാന ഡിസൈൻ വിസ്തയ്ക്ക് സമാനമാണ്. എന്നാൽ അതിനുള്ളിലെ ഘടകങ്ങൾക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നു. വലിയ ഹെഡ്ലാമ്പാണ്. ഫോളോ മീ ഹോം സംവിധാനത്തോടു കൂടിയതാണ് ഈ ഹെഡ്ലാമ്പ്. പല ചേംബറുകളായി ഇതിനെ നിർമ്മിച്ചിരിക്കുന്നു. സിഗ്നേച്ചർ റേഡിയേറ്റർ ഗ്രിൽ 5 ഡോർ മോണോകോക്ക് ബോഡിയിലാണ് ഇതിന്റെ നിർമ്മാണം. 3825 മില്ലിമീറ്റർ നീളവും 1295 മില്ലിമീറ്റർ വീതിയുമാണ്. 2470 മില്ലിമീറ്ററാണ് വീൽ ബേസ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 165 മില്ലിമീറ്റർ. 44 ലിറ്റർ ശേഷിയാണ് ഇന്ധന ടാങ്കിന്. വശങ്ങളിലെ കാഴ്ചയിൽ വിസ്തയാണ് എന്നേ തോന്നുകയുള്ളൂ. സി പില്ലർ കറുപ്പ് നിറത്തിലാണ്. വലിയ വാഹനമായി തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. ഈ വാഹനത്തെ പ്രീമിയം ഹാച്ച്ബാക്ക് വിഭാഗത്തിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. പിൻവശം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തു. ഉൾഭാഗം നമുക്ക് വളരെ പരിചിതമായ ഉൾഭാഗമാണ്. കാരണം സെസ്റ്റിൽ കണ്ടിരിക്കുന്ന അതേ ഉൾഭാഗം. എന്നാൽ ഇതിൻ്റെ കളർ ടോണിൽ മാറ്റം വന്നിരിക്കുന്നു. ഇത് പൂർണ്ണമായും കറുപ്പ് നിറത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ഓഡിയോ കൺട്രോൾ സംവിധാനത്തിന് ചെറിയ ചില പുതുമകൾ കൂടി വരുത്തിയാണ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് നാവിഗേഷൻ സിസ്റ്റം എന്നുള്ളത് നമുക്ക് തന്നെ നമ്മളുടെ ആ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ആ ഒരു പ്രത്യേക ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അത് ഇതുമായിട്ട് ഷെയർ ചെയ്ത് നമുക്ക് കണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലാണ്. പിന്നെ മറ്റൊന്ന്, വേണ്ട എല്ലാ ഘടകങ്ങളും ചേർന്നിരിക്കുന്ന ഒരു ഉൾഭാഗം. ടാറ്റയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിൽ കൂടുതൽ ഫിറ്റും ഫിനിഷും എല്ലാം നൽകിയിരിക്കുന്നു. അനാവശ്യമായ പാനൽ ഗ്യാപ്പുകളൊന്നും ഡാഷ്ബോർഡിനോ സെൻട്രൽ കൺസോളിനോ ഒന്നുമില്ല. പിന്നെ ആ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഡിസൈൻ നോക്കിയാലും ശരി, വളരെ നീറ്റാണ്. ഓരോ സ്വിച്ചുകളും കൃത്യമായ രീതിയിൽ അലൈൻ ചെയ്തിരിക്കുന്നു. ക്ലൈമട്രോണിക് AC ആണ്. SD കാർഡ് ഉപയോഗിക്കാം, ഓക്സിലറി, അതുപോലെ തന്നെ USB, ഇവയെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ സാധിക്കുന്നു. പിന്നെ മീറ്റർ കൺസോൾ ആണെങ്കിലും ശരി, നമുക്ക് എല്ലാ വിവരങ്ങളും നൽകുന്നതാണ്. കാര്യം ഇതിനെ ഒരു മൾട്ടി ഡ്രൈവിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ആ ഒരു മൾട്ടി ഡ്രൈവ് എന്നുള്ളത് ഇക്കോ മോഡ്, സ്പോർട്ട് മോഡ്, സിറ്റി മോഡ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായി ഏത് മോഡിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു മീറ്റർ കൺസോളിലെ ആ ഒരു ഡിസ്പ്ലേയിലൂടെ കാണുവാൻ സാധിക്കുന്നു. പിന്നെ മീറ്റർ കൺസോളിൽ നമുക്ക് എല്ലാ വിവരങ്ങളും നൽകുന്ന, അല്ലെങ്കിൽ മൾട്ടി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മീറ്റർ കൺസോളാണ്. നല്ല ഭംഗിയുള്ള ലൈറ്റുകളാൽ ഇലൂമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വോയിസ് കമാൻഡ് സിസ്റ്റവും അതുപോലെ തന്നെ നമുക്ക് ഓഡിയോ കൺട്രോൾ സംവിധാനവും എല്ലാം ഇതിൽ ഈ ഒരു സ്റ്റിയറിങ്ങിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലുമാണ്. പിന്നെ വളരെ കംഫർട്ടായിട്ടിരിക്കാൻ കഴിയുന്ന ഒരു സീറ്റ്, അത് നല്ല തൈ സപ്പോർട്ട് നൽകുന്നു. അതുപോലെ തന്നെ പിൻവശത്തായാലും 3 പേർക്ക് സുഖകരമായി ഇരിക്കാൻ സാധിക്കും. പൊതുവിൽ ടാറ്റയുടെ വാഹനങ്ങളെ നമുക്കറിയാം, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള, നല്ല ലെഗ് സ്പേസ് ഉള്ള ഒരു വാഹനമായിട്ട് തന്നെയാണ് ടാറ്റ നേരത്തെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിലും അതിന് യാതൊരു തരത്തിലുള്ള കുറവുമില്ല. നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസിലും ഷോൾഡർ സ്പേസിലും ഒക്കെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ പ്രവർത്തന മികവാണ്. കാര്യം നമ്മളിപ്പോൾ ഡ്രൈവിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൻ്റെ റെവോട്രോൺ മോഡലുള്ള, അല്ലെങ്കിൽ ആ ഒരു പെട്രോൾ മോഡലാണ്. ശരിക്കും ആ ഒരു എഞ്ചിൻ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് തന്നെ നോക്കാം. മികച്ച രീതിയിലാണ് ഉൾവശം. പ്രീമിയം ജാവ ബ്ലാക്ക് നിറമാണ്. ഡാഷ്ബോർഡ് മികച്ച രീതിയിലാക്കി. സാധാരണ ടാറ്റയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ഉൾവശത്തെ ഡിസൈൻ മികവും ഫിനിഷും. മികച്ച സ്ഥല സൗകര്യങ്ങളോട് കൂടിയ ഉൾവശമാണ്. വേണ്ടതായ എല്ലാ ഘടകങ്ങളും സ്റ്റാൻഡേർഡായി തന്നെ ഉൾപ്പെടുത്തി. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ആദ്യമായി AC-യുടെ പ്രവർത്തനം ടച്ച് സ്ക്രീൻ വഴി നിയന്ത്രിക്കാൻ കഴിയും വിധവുമാക്കി. SD കാർഡ് ഉപയോഗിച്ചും വീഡിയോ കാണുവാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഫാബ്രിക് സീറ്റുകളാണ്. മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയോട് കൂടിയ മീറ്റർ കൺസോൾ. ഹർമാന്റെ സിസ്റ്റം. പിന്നിലും നല്ല ലെഗ് സ്പേസ് ഉൾക്കൊള്ളിച്ചു. പിൻ സീറ്റുകൾ ഫോൾഡ് ചെയ്തും ബൂട്ട് സ്പേസ് കൂട്ടുവാൻ കഴിയും.
ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന റെവോട്രോൺ എന്നുള്ളൊരു എഞ്ചിനാണ്. ശരിക്കും ഈ ഒരു എഞ്ചിൻ്റെ പ്രവർത്തന പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രവർത്തന മികവ് എന്നുള്ളത് നമുക്ക് ഡ്രൈവിൽ തന്നെ ആസ്വദിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു 1.2 ലിറ്റർ MBFA എഞ്ചിനാണ്. ടർബോ ചാർജറോട് കൂടിയ ശരിക്കും ആ ഒരു പെട്രോൾ എഞ്ചിൻ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന മികവ് കാഴ്ചവെക്കുന്നു. ഇതിന് ഒരു 90 PS പവറും 140 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ വാഹനം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ വാഹനത്തിൽ മാത്രം മൾട്ടി ഡ്രൈവ് സാങ്കേതികത എന്നുള്ള ഒരു രീതിയിലാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചത്. മൾട്ടി ഡ്രൈവ് സാങ്കേതികത എന്നുള്ളത് നിലവിൽ ആദ്യമായാണ് ശരിക്കും ഇന്ത്യയിൽ തന്നെ ഈ വാഹനത്തിലൂടെ ടാറ്റ അവതരിപ്പിക്കുന്നത്. ഈ ഒരു വിഭാഗത്തിൽ ഇന്ന് വരെ ഈ രീതിയിലുള്ള ഒരു സാങ്കേതികതയിൽ ആരും വാഹനത്തെ ഇറക്കിയിട്ടില്ല. ആ ഒരു മൾട്ടി ഡ്രൈവ് എന്നുള്ളത് നോക്കിയാൽ ശരിക്കും നോർമലി നമ്മൾ വാഹനം ഓടിക്കുന്ന ഒരു രീതിയിൽ നിന്ന് വാഹനത്തെ പലതരത്തിൽ നമ്മളുടെ ഒരു ആവശ്യപ്രകാരം പല തരത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നു. കാര്യം 3 മോഡുകളായിട്ട് ഈ വാഹനത്തെ തിരിച്ചിരിക്കുന്നു. നോർമലി ഒരു നോർമൽ മോഡ്, അല്ലെങ്കിൽ ഒരു സിറ്റി മോഡ്, അതിനുശേഷം ഇക്കോ മോഡ്, പിന്നീട് സ്പോർട്ട് മോഡ്. ഈ ഇക്കോ മോഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇന്ധനക്ഷമതയൊക്കെ നൽകി അല്ലെങ്കിൽ ആ രീതിയിൽ വാഹനത്തെ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന രീതിയിലാണ്. അതുപോലെ സ്പോർട്ട് മോഡ് എന്നുള്ളത് നിലവിൽ തന്നെ അത്യാവശ്യം നല്ല പവർ നൽകുന്ന ഒരു വാഹനമാണ്. അതിനെ കുറച്ചുകൂടി ഒരു പവർ എടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിൻ്റെ സുഖമറിഞ്ഞു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മോഡാണ് സ്പോർട്ട് മോഡ്. അത്യാവശ്യം നമ്മൾ ആ ഒരു ആക്സിലേറ്ററിൽ കാല് കൊടുക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ആ വാഹനത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നോർമൽ മോഡ്, അതായത് ഒരു സിറ്റി മോഡ് എന്നുള്ളതാണ് നമ്മൾ നോർമലി ഇതിനകത്ത് കാണുന്നത്. ഈ സിറ്റി മോഡ് എന്നുള്ളത് രണ്ടിനെയും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മോഡാണ്. പിന്നെ ഡ്രൈവിന് കുറച്ചധികം കംഫർട്ട് നൽകുന്നതിൻ്റെ ഭാഗമായി ആ ഒരു ഓഡിയോ കൺട്രോൾ സംവിധാനവും എല്ലാം സ്റ്റിയറിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഡ്രൈവിൽ നമുക്ക് വളരെയധികം ആസ്വാദികരമാണ്. എന്നാൽ ഈ ഒരു പവറിനും ഈ ഒരു വേഗതയ്ക്കും അനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കിങ്ങും ഈ വാഹനം നൽകുന്നു. പൊതുവിൽ നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോൾ ടാറ്റയുടെ ഒരു പെട്രോൾ എഞ്ചിനുള്ള ഒരു വാഹനം ഓടിക്കുന്നു എന്നൊരു ഫീല് നമുക്കുണ്ടാകുന്നില്ല. ഏതോ കുറച്ചുകൂടി ഹൈ എൻഡ് വാഹനം ഓടിക്കുന്ന ഒരു ഫീലാണ്. ഇപ്പോൾ ഒരു ഡീസലും പെട്രോളും തമ്മിലുള്ള വിലയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ആ രീതിയിൽ നോക്കിയാൽ അത്യാവശ്യം ഒരു വാങ്ങാൻ കഴിയുന്ന ഒരു പെട്രോൾ മോഡൽ എന്നുള്ള രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഇത്. 1.2 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജർ MBFA പെട്രോൾ എഞ്ചിനാണ്. 1193 cc ആണ് ഡിസ്പ്ലേസ്മെന്റ്. 90 PS പവറും 140 ന്യൂട്ടൺ മീറ്റർ ടോർക്കും നൽകുന്നു. ലോകോത്തര നിലവാരത്തിൽ ടാറ്റ തന്നെ വികസിപ്പിച്ചെടുത്ത റെവോട്രോൺ എഞ്ചിനാണ്. 3 ലക്ഷം മണിക്കൂർ തുടർച്ചയായി നടത്തിയ ടെസ്റ്റിന് ശേഷമാണ് ഈ വാഹനത്തിൽ ഇത് ഘടിപ്പിക്കുന്നത്. പവറും ഇന്ധനക്ഷമതയും ഒത്തുചേരുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. മൾട്ടി ഡ്രൈവും ത്രോട്ടിൽ റെസ്പോൺസും കാറ്റലിറ്റിക് കൺവെർട്ടർ ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതുമെല്ലാം ഈ വാഹനത്തെ മികച്ച പ്രവർത്തന മികവായി കാണാം. 9ാം തലമുറയിലെ ABS ബ്രേക്കിംഗ് സംവിധാനമാണ്. കോർണർ സ്റ്റെബിലിറ്റി സംവിധാനം വാഹനത്തിന് ഏറെ സുരക്ഷ നൽകുന്നു. 1 ലിറ്റർ പെട്രോളിൽ 17.57 കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് ARAI അംഗീകരിക്കുന്നത്. ലൈറ്റ് കൊമേഴ്ഷ്യൽ വിഭാഗത്തിൽ എതിരാളികളില്ലാത്ത വാഹന നിർമ്മാതാക്കളാണ് ഫോഴ്സ് ട്രാവലർ. ഇവരുടെ 26 സീറ്റിൽപ്പെടുന്ന ഒരു വാഹനത്തെ നമ്മൾ മുൻപ് പരിചയപ്പെടുകയുണ്ടായി. ഈ 26 സീറ്റിൻ്റെ എണ്ണം കുറച്ച് ഈ വാഹനത്തെ തന്നെ 15 സീറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം നമ്മൾ ഈ വാഹനത്തിൽ കസ്റ്റമൈസ് ചെയ്യുന്ന ഘടകങ്ങൾ ഇവർ സ്റ്റാൻഡേർഡ് ആക്കി തന്നെ ഫിറ്റ് ചെയ്തും അവതരിപ്പിച്ചിരിക്കുന്നു. ബജാജ് ടെമ്പോ എന്ന വാഹന നിർമ്മാതാക്കൾ 2005 മുതലാണ് ഫോഴ്സ് മോട്ടോഴ്സ് എന്ന പേരിലേക്ക് മാറിയത്. ഇന്നും പ്രതിയോഗികളില്ലാത്ത വിഭാഗത്തിലാണ് ഇവർ ട്രാവലറിനെ അവതരിപ്പിക്കുന്നത്. ലൈറ്റ് കൊമേഴ്ഷ്യൽ വിഭാഗത്തിലാണ് ഇതിന്റെ സ്ഥാനം. 9 സീറ്റ് മുതൽ 26 സീറ്റ് വരെയുള്ള വാഹനങ്ങളെ ഇവർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നു.
അവരുടെ 26 സീറ്റ് വാഹനത്തിനെയാണ് 15 സീറ്റുകൾ ഉൾപ്പെടുത്തി ഇറക്കിയത്. ഇതുമൂലം നല്ല ലെഗ് സ്പേസ് ആണ്. തികച്ചും സുഖകരമായ യാത്ര നൽകുന്ന വാഹനം. പുറമേ നിന്നുള്ള കാഴ്ചയിൽ 26 സീറ്റ് വാഹനമായേ തോന്നൂ. എന്നാൽ തിരിച്ചറിയാൻ കഴിയുന്ന ചില മാറ്റങ്ങൾ ഇവയൊക്കെയാണ്. ഇതിൽ കാരിയറും സൈഡ് ഗ്രാഫിക്സും പതിപ്പിച്ചു. ഒപ്പം തുറക്കാൻ സാധിക്കാത്ത വിൻഡോ ഗ്ലാസുകളും. ഈ വാഹനത്തിന് യാത്രാസുഖം കൂട്ടുന്നതിനായി എയർ സസ്പെൻഷൻ ഉൾപ്പെടുത്തി. എന്നാൽ ടയർ സൈസിൽ മാറ്റമില്ല. ABS ബ്രേക്കിംഗ് കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ബ്രേക്കിംഗ് മികച്ചതായി. തികച്ചും ദീർഘദൂര യാത്രയെയോ വിനോദസഞ്ചാരികളെയോ ഉദ്ദേശിച്ചിറക്കിയ ഒരു മോഡലാണിത്. പിന്നീടുള്ള മാറ്റങ്ങളെല്ലാം ഉൾഭാഗത്താണ്. 15 സീറ്റുകൾ 2:1 അനുപാതത്തിലാണ്. ഇതെല്ലാം പുഷ് ബാക്കും ഒപ്പം ഷോൾഡർ ഫേസ് കൂട്ടുവാൻ കഴിയുന്ന വിധവുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് ലക്ഷറി ബസ്സിലേതുപോലെ എല്ലാ സീറ്റുകൾക്കും വെവ്വേറെ AC വെന്റുകളും ഘടിപ്പിച്ചു. വോൾവോ ബസ്സിന് സമാനമാണ് ഇത്. അതുപോലെ തന്നെ വെവ്വേറെ സ്പീക്കറുകളും നൽകി. അതിനോട് കൂടിച്ചേർന്ന് സർവീസ് സ്വിച്ചും ഉൾപ്പെടുത്തി. എല്ലാ യാത്രക്കാർക്കും അവരുടെ സുഖസൗകര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ. കൂടാതെ ഓരോ സീറ്റിനടുത്തും പ്ലഗ് പോയിന്റുകളും നൽകി. ബാഗേജുകൾ വെക്കുവാനുള്ള സംവിധാനം മുകൾ ഭാഗത്ത് ഉൾപ്പെടുത്തി. ഡ്രൈവർ ക്യാബിൻ പഴയ പോലെ തന്നെ. $2249cc CRDI VGT എഞ്ചിനാണ്. 129 PS പവർ 3800 RPM-ലും 295 Nm ടോർക്ക് 1600 2400 RPM-ലും നൽകുന്നു. DSK ഹൊയ്സാങ് എന്ന ഇരുചക്ര വാഹന നിർമ്മാതാക്കളെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന സൂപ്പർ ബൈക്കുകളെ അവതരിപ്പിക്കുന്ന വാഹന നിർമ്മാതാക്കളാണ്. ഇവരുടെ പുതിയ ഷോറൂം കൊച്ചിയിൽ ആരംഭിക്കുകയുണ്ടായി. കനിഫ് മോട്ടോഴ്സ് എന്ന ഈ ഒരു ഷോറൂമിൽ 3 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വില വരുന്ന സൂപ്പർ ബൈക്കുകളാണ് ലഭ്യമാകുക. ഇതിൽ തന്നെ ക്രൂയിസിംഗ് ബൈക്കുകളും ലഭ്യമാണ്. DSK മോട്ടോവിൽ CEO ശിവപദ റേയും ദേശീയ വനിതാ റേസിംഗ് ചാമ്പ്യനുമായ അലീഷ അബ്ദുള്ളയും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഒപ്പം കനിഫ് മോട്ടോഴ്സ് MD സിയാദ് റഹ്മാനും സന്നിഹിതനായിരുന്നു. വിൽപ്പന, സർവീസ്, സ്പെയർ ഇവയെല്ലാം അടങ്ങിയ ഷോറൂമാണിത്. രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഷോറൂം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് കൊച്ചിയിലും ഇവർ ആരംഭിച്ചത്. 250cc മുതൽ 700cc വരെയുള്ള എല്ലാ സൂപ്പർ ബൈക്കുകളും ലഭ്യമാണ്. അക്യുല 250, GT 250R, ST7 തുടങ്ങിയ മോഡലുകൾ ഇതിൽ ശ്രദ്ധേയമാണ്. DSK ഹൊയ്സാങ് എന്ന ബ്രാൻഡിന് കമ്പനി സൂപ്പർ ബൈക്കുകളുടെ അസംബ്ലിംഗും മാർക്കറ്റിംഗും ചെയ്യുന്നു. 2,86,000 രൂപ മുതൽ 6 ലക്ഷം രൂപ വരെയുള്ള മോഡലുകളാണ് ഇവിടെ ലഭ്യമാവുക. ടാറ്റയുടെ ഹാഷ്ബാക്കായ ബോൾട്ടിന്റെ ഡ്രൈവ് നമ്മൾ കഴിഞ്ഞുവെങ്കിലും ഈ വാഹനത്തിന്റെ ലോഞ്ച് നടന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലാണ്. ടാറ്റ മോട്ടോഴ്സ് സീനിയർ വൈസ് പ്രസിഡന്റ് ഹരീഷ് വാഗാണ് ഹാഷ്ബാക്കായ ബോൾട്ടിനെ കേരള വിപണിക്കായി പരിചയപ്പെടുത്തിയത്.
യുവാക്കളെ ലക്ഷ്യമിട്ടാണ് ഈ വാഹനത്തെ ഇറക്കുന്നത്. ഇന്ത്യയിലും വിദേശങ്ങളിലുമായ എഞ്ചിനീയർമാർ വികസിപ്പിച്ചെടുത്ത ഒരു വാഹനമാണിത്. ഇതിലൂടെ ടാറ്റ അവരുടെ റെവോട്രോൺ എന്ന പുതിയ എഞ്ചിനെ കൂടി പരിചയപ്പെടുത്തി. 1.2 ലിറ്റർ MPV ടർബോ ചാർജ്ഡ് ഇന്റർകൂൾഡ് എഞ്ചിനാണ്. മൾട്ടി ഡ്രൈവ് എന്ന സംവിധാനം ആദ്യമായി കൊണ്ടുവന്നുവെന്ന പ്രത്യേകതയും ഈ വാഹനത്തിനുണ്ട്. 30,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷ സർവീസാണ് സൗജന്യമായി നൽകുക. 1.3 ലിറ്റർ ക്വാഡ്രാ ജെറ്റിലും ഈ വാഹനം ലഭ്യമാണ്. 4,62,000 രൂപയാണ് പെട്രോൾ മോഡലിന്റെ കൊച്ചിയിലെ ഷോറൂം വില. ഡീസൽ മോഡലിന് 5,71,000 രൂപയും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഫാസ്റ്റ് ട്രാക്ക്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ ജില്ല. ഈ എപ്പിസോഡ് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ manoramanews.com-ലൂടെയും യൂട്യൂബിലൂടെയും ഇത് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തയാഴ്ച നിരത്തിലിറങ്ങുന്ന മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം.